السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വെച്ചത് പണി കഴിഞ്ഞിട്ടാണ് കൂലി പ്രതിഫലം വാങ്ങാൻ അർഹതയുണ്ടാവുക എന്നാണ്. ഒരു ദിവസത്തേക്ക് വാടകയ്ക്കെടുത്താൽ ഒരു ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ കൂലി കിട്ടുക. ഇനിയൊരു പ്രത്യേക ജോലിക്കാണ് കൂലിക്ക് വിളിച്ചതെങ്കിൽ, ഒരു 100 കട്ട എട്ടുക എടുത്ത് വെക്കാനാണ് കൂലിക്ക് വിളിച്ചതെങ്കിൽ അതെടുത്ത് വെച്ച് കഴിഞ്ഞാലാണ് കൂലിക്ക് അർഹത ഉണ്ടാവുക. നിങ്ങൾ എൻ്റെ ഒരു കാറ് വാടകയ്ക്കെടുത്തു കോഴിക്കോട്ടേക്ക് പോകാൻ. അത് കോഴിക്കോട്ടേക്ക് പോയി വരാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അർഹതയുള്ളത്. നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോയാലും പോയില്ലെങ്കിലും കൂലി എനിക്ക് കിട്ടണം. കാരണം അതിൻ്റെ ഉപകാരം നിങ്ങളുടെ കൈവശത്തിലായിരിക്കുകയാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആയതുകൊണ്ട് രോഗമായി വാടകയ്ക്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല രോഗം വന്നു, അല്ലെങ്കിൽ എന്തോ ബന്ധുണ്ടായി, സമരമുണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായാലും എൻ്റെ കൂലി എനിക്ക് തരണം എന്നുള്ളതാണ്. കാരണം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഉപകാരപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ, സൗകര്യപ്പെടുത്തി തരിക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നോട് വാടകയ്ക്കെടുത്തു, ഒരു ദിവസത്തേക്ക് വാടക 1500 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് അസുഖമായാലോ അല്ലെങ്കിൽ അങ്ങോട്ട് വാഹനം പോകുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഇജാറത്ത് ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല, ദുർബലപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ സമയം നീട്ടാനും പറ്റില്ല. ഇന്നത്തേക്ക് എന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്താൽ ഇന്ന് വേണ്ട നാളത്തേക്ക് എന്ന് പറഞ്ഞ് നീട്ടാനും നിങ്ങൾക്ക് അധികാരമില്ല. എൻ്റെ സമ്മതവും തൃപ്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു ഇജാറത്താകും എന്ന് മാത്രം. അപ്പോൾ തഖററത്ത് അയിൽ ഉജ്റത്തുല്ലത്തി സുമ്മിയത്ത് ഫിൽ അഖ്ദി, അഖ്ദിൽ പറയപ്പെട്ട റെൻ്റ് സ്ഥിരപ്പെടും. അലൈഹി, വാടകയ്ക്കെടുത്ത ആളുടെ മേൽ ബാധ്യതയായിത്തീരും. ബി മുളിയി മുദ്ദത്തിൻ, സമയം കഴിഞ്ഞാൽ. എവിടെ? ഫിൽ ഇജാറത്തിൽ മുഖദ്ദറത്തി ബിവക്തിൻ, സമയം കൊണ്ട് കണക്കാക്കപ്പെട്ട ഇജാറത്തിൽ. അല്ലെങ്കിൽ മുളികി മുദ്ദത്തി ഇംകാനിൽ ഇസ്തീഫായി, അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ സമയം കഴിഞ്ഞാൽ. ഇസ്തീഫ എന്നാണ് പ്രയോജനപ്പെടുത്തുക. ആ പ്രയോജനപ്പെടുത്തുന്നതിന് സാധ്യമാകുന്ന സമയം കഴിഞ്ഞാൽ. എവിടെ? ഫിൽ മുഖദ്ദറത്ത് ബി അമലിൻ, അതെവിടെയാണ്? ജോലി കൊണ്ട് കണക്കാക്കപ്പെട്ട ഒരു ഇജാറത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ 100 കട്ട കയറ്റാനാണ്, അതല്ലെങ്കിൽ ഈ സാധനങ്ങൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണി കൊണ്ട് കണക്കാക്കപ്പെട്ട ഇജാറത്തിൽ. ചിലപ്പോൾ സമയം കൊണ്ട് കണക്കാക്കപ്പെടുന്നുണ്ടാകും, അല്ലെങ്കിൽ പണി കൊണ്ട് കണക്കാക്കപ്പെട്ട ഇജാറത്തും ഉണ്ടാകും. വൈല്യം യസ്ത, അപ്പം വാടക നൽകൽ നിർബന്ധമാകും. ആരാണ് വാടകകൾ നിർബന്ധമാവുക? മുക്തരി, വാടകയ്ക്കെടുത്തയാൾ. വൈല്യം യസ്തൗഫിൽ മുസ്തഇജിറുൽ മൻഫഅത, വാടകയ്ക്കെടുത്തയാൾ വസ്തുവിൻ്റെ ഉപകാരത്തെ സ്വീകരിച്ചില്ലെങ്കിൽ പോലും, അതിനെ സമ്പൂർണ്ണമാക്കിയില്ലെങ്കിൽ പോലും. മുസ്തഹിജിർ, കാറ് വാടകയ്ക്കെടുത്ത ആളാണല്ലോ മുസ്തഹിജിർ. കാറിൻ്റെ വാടക എന്താ? മൻഫഅത്ത് എന്താ? വാടകയല്ല, മൻഫഅത്ത് എന്താ? യാത്ര കൊണ്ട് ഉപകരിച്ചില്ലെങ്കിൽ പോലും. എന്തുകൊണ്ട്? ലിഅന്നൽ മനാഫിയ, കാരണം അതിൻ്റെ പ്രയോജനം തലിഫത്ത് തഹത്ത് യദിഹി, അവൻ്റെ കൈവശത്തിൽ ആയിരിക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. തലിഫ എന്നാണ് നശിച്ചു. അപ്പോൾ വൈൻ തറക്കലിനഹവി, മറന്ന് രോഗം പോലത്തെ കാരണത്തിന് വേണ്ടിയാണ് അതിനെ ഉപകാരത്തെ ഉപേക്ഷിച്ചതെങ്കിലും, ഔ ഖൗഫി തരീഖിൻ, അല്ലെങ്കിൽ വഴി ഭയമുള്ളതായതിനാൽ, പോകുന്ന വഴിയിൽ ഭയമുണ്ടായതുകൊണ്ടാണ് ഉപകരിക്കാതിരുന്നത് എങ്കിൽ പോലും. ഒരു വാഹനക്കാകുമ്പോഴാണത്.
ഇത് കാരണം ലൈസ അലൽ മുക്രി, വാടകയ്ക്ക് നൽകിയ ആളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലത്തംകീനു മിനൽ ഇസ്തിഫായി, ഉപകരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നതല്ലാതെ. അതുകൊണ്ട് തന്നെ വലൈസലഹു, വാടകയ്ക്ക് എടുത്ത വ്യക്തിക്ക് അനുവദനീയമല്ല, ബിസബബിദാലിക്ക്, ഇപ്പറഞ്ഞ കാരണത്താൽ, ഫസ്ഖുൻ, ഇജാറത്തിനെ ഒഴിവാക്കലോ, വലാ റദ്ദുൻ, സാധനം മടക്കി കൊടുക്കലോ, ഇലാ തൈസീരിൽ അമലി, ജോലി എളുപ്പമാകുന്ന, ജോലിക്ക് സൗകര്യപ്പെടുന്ന സമയം വരെ മടക്കി കൊടുക്കാനോ പറ്റില്ല. നേരത്തെ ഉറച്ച വാടക അയാൾ കൊടുത്തിരിക്കണം. ഇനി ഇജാറത്ത് ദുർബലപ്പെടുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഇജാറത്ത് പൊതുവേ ദുർബലപ്പെടില്ല, നിങ്ങൾക്കത് സ്വതന്ത്രമായിട്ട് ദുർബലപ്പെടുത്താനും പറ്റില്ല. അതേ സമയത്ത് നശിച്ചാൽ ഫസ്ഖിയാം. നശിക്കുക എന്ന് പറയുമ്പോൾ ഇജാറത്ത് രണ്ട് വിധമുണ്ടല്ലോ. ഒന്ന് ഇജാറത്തുൽ ഐന്, ഒന്ന് ഇജാറത്തും ഫി സിമ്മത്ത്. എന്താ ഇജാറത്തു ഐന് എന്ന് പറഞ്ഞാൽ? ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു നിശ്ചിത വാഹനം വാടകയ്ക്ക് നൽകുക. വാഹനം ഉദാഹരണമാണ്. നിശ്ചിത വാഹനം വാടകയ്ക്ക് തരിക. ഇതാണ് ഇജാറത്തുൽ ഐന്, മുഅയ്യനായ സാധനം. ഇനി നിങ്ങൾക്ക് കോഴിക്കോടേക്ക് പോകാൻ ഒരു നിശ്ചിത വാഹനം വാടകയ്ക്ക് നൽകിയാൽ അത് ഇജാറത്തുൽ ഐനാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങളെ കോഴിക്കോട്ട് ഒരു വാഹനത്തിലെത്തിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇടപാട്. അതേത് വാഹനം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാറിൽ, ഏത് കാറായാലും കുഴപ്പമില്ല, ഇയാൾക്ക് ഒരുപാട് വാഹനങ്ങളുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് ഇജാറത്തും ഫി സിമ്മത്താണ്. ഇത് രണ്ടിലും രണ്ട് വിധിയാണ്. ഇജാറത്തുൽ ഐനാകുമ്പോൾ ആ നിശ്ചിത സാധനത്തിനാണല്ലോ വാടകയ്ക്ക് എടുത്തത്, അത് കേട് വന്നാൽ ഇജാറത്ത് ഫസ്ഖാകും. പിന്നെ എനിക്ക് വാടകയ്ക്ക് അധികാരം ഉണ്ടാവില്ല. ഒരു നിശ്ചിത വീടാണ് നിങ്ങൾക്ക് വാടകയ്ക്ക് എന്തെങ്കിലും വീട് പൊളിഞ്ഞാൽ, പക്ഷേ ഇജാറത്ത് ഫസ്ഖാകുമെന്ന് പറയുന്നത് ഏതുവരെയാണോ, എപ്പോഴാണോ അത് നശിച്ചത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇജാറത്ത് ദുർബലപ്പെടും. അപ്പോൾ ഒരു 1000 രൂപക്കാണ് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നത് ഈ വാഹനം 2 ദിവസത്തേക്ക്. അതിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വാഹനം കേട് വന്നാൽ അപ്പോൾ 500 രൂപക്ക്, ഉദാഹരണം പറയാണ്, 1000-ൻ്റെ പകുതി എന്നല്ല, അതിൻ്റെ സാധാരണ വാടക കണക്കാക്കുക, അതിൻ്റെ പകുതി നിങ്ങൾ നൽകാൻ ബാധ്യസ്ഥനായിരിക്കും. ഒരു ദിവസം ഉപകരിച്ചല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് വാഹനം ഖബ്ള് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ചില്ലേ, ആ ഒരു ദിവസത്തെ വാടക എനിക്ക് തരണം. പിന്നെ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്, അത് തരും വേണ്ട. പിന്നെ 1000-ൻ്റെ പകുതിയല്ല, ഉജറത്തുൽ മിസ്ലാണ് നൽകേണ്ടി വരിക. ഇനി ഇജാറത്തും ബി സിമ്മത്താണെങ്കിലോ ഇൻഷാ അല്ലാഹ് അത് പറയാം. തംഫസിഖുൽ ഇജാറത്തു, ഇജാറത്ത് ദുർബലപ്പെടും, ക്യാൻസലാകും, ആ ഇടപാട് അസാധുവായി തീരും. ബി തലഫി മുസ്തൗഫ മിൻഹു, ഉപകരിക്കപ്പെടുന്ന വസ്തു നശിച്ചാൽ, മുഅയ്യനിൻ, നിർണിത വസ്തു നശിച്ചാൽ, ഫിൽ അഖ്ദി, അഖ്ദിൽ നിർണയിക്കപ്പെട്ട മുസ്തൗഫ മിൻഹു നശിച്ചാൽ. മുസ്തൗഫ മിൻഹു എന്ന് പറഞ്ഞാൽ ഈ വാടകയ്ക്ക് നൽകുമ്പോൾ ഉപകരിക്കപ്പെടുന്ന വസ്തു ഇല്ലേ, ആ മുസ്തൗഫ മിൻഹു, ഏതുകൊണ്ടാണോ ഉപകരിക്കപ്പെടുന്നത് ആ വസ്തു, അത് അഖ്ദിൽ മുഅയ്യനാണ്. ഇന്ന വാഹനം അല്ലെങ്കിൽ ഇന്ന സാധനം എന്ന രീതിയിലാണ് തന്നത്, ഇന്ന കെട്ടിടം, ഇന്ന റൂം എന്ന രീതിയിൽ. കമൗത്തിൻ അഹ്വിദാബത്തിൻ, മൃഗാണെങ്കിൽ അതുപോലെയുള്ളത് മരിക്കും പോലെ, അജീരിൻ, കൂലിക്ക് വിളിച്ച കൂലിപ്പണിക്കാരൻ മരിക്കും പോലെ, മുഅയ്യനൈനി, അഖ്ദിൽ നിർണയിക്കപ്പെട്ട. അതുപോലെ വൻഹിദാമിദാരിൻ, വീട് പൊളിഞ്ഞ് വീഴും പോലെ, വലൗബി ഫീലിൽ മുസ്തഅ്ജിരി, അതിന് വാടകയ്ക്കെടുത്തവൻ്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ പോലും നശിക്കും. ഏത് സമയത്തുള്ള ഇജാറത്ത് നശിക്കും? ഫീ സമാനിൻ മുസ്തഖ്ബലിൻ, അവിടുന്ന് നശിച്ചതിൻ്റെ ശേഷമുള്ള സമയത്തിലേക്ക് അപേക്ഷിച്ചിട്ട് നശിക്കും. എന്തുകൊണ്ട്? ലി ഫവാത്തി മഹലിൽ മൻഫഅത്തി ഫീഹി, അവിടുന്ന് അങ്ങോട്ടുള്ള സമയത്ത്
അതിൻ്റെ ഉപകാരം എടുക്കേണ്ട സ്ഥലം നശിച്ചല്ലോ. ഉപകാരം എടുക്കേണ്ട മഹല്ലേതാ? വീടിൻ്റെ മംഫയത്ത് എന്താ? താമസം. അപ്പോൾ ഈ താമസത്തിൻ്റെ മഹല്ല് എന്ത് ചെയ്തു? എൻ്റെ വീട് താമസിക്കാനാണ് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നത് ഒരു മാസത്തേക്ക്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ വീട് പൊളിഞ്ഞാൽ ആ ഉപകാരത്തിൻ്റെ മഹല്ല് നഷ്ടപ്പെട്ടില്ലേ? അതേ സമയത്ത് ലാഫി മാദിൻ കഴിഞ്ഞ സമയത്തുള്ള ഇജാറത്ത് അസാധുവാകുന്നതല്ല. വാദൽ ഖബ്ലി അത് കൈപ്പറ്റിയതിന് ശേഷം. ഇതാക്കാനലി മിസ്ലിഹി ഉജ്റത്തുൻ അതിനൊരു കൂലി കിട്ടാൻ മാത്രമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് വന്നു, ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നശിച്ചു, അതിന് തന്നെ വാടക കണക്കാക്കാനൊന്നുമില്ലല്ലോ. ഒരു കണക്കാക്കാൻ പറ്റുന്ന സമയം നിങ്ങൾ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. ഇൻകാന ലി മിസ്ലിഹി ഉജ്റത്തുൻ ഇതുപോലെയുള്ള ഒരു ഉപകാരത്തിന് കൂലി വാടക ലഭിക്കുമെങ്കിൽ ആ കഴിഞ്ഞു പോയ സമയത്ത് എത്രയാണോ ഉപകാരം എടുത്തത് അതിൻ്റെ വാടക നൽകേണ്ടി വരും. കാരണം ഇസ്തിഖ്റാരിഹി ബിൽ ഖബ്ലി നിങ്ങളത് എന്നിൽ നിന്ന് ഏറ്റെടുക്കലോടുകൂടെ ആ ഇജാറത്ത് ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ എത്രയാണ് തരേണ്ടത്? ഫയസ്തഖിറു ഖിസ്തുഹു മിനൽ മുസമ്മ പറയപ്പെട്ടതിലേക്ക് അപേക്ഷിച്ച് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഒരു വിഹിതമാണ് നിർബന്ധമാവുക. ഖിസ്ത് ബേത്തിബാരി ഉജറത്തുൽ മിസ്ലി ഉജറത്തുൽ മിസ്ലിനെ കണക്കാക്കിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഞാൻ ഒരു ദിവസത്തേക്ക് എൻ്റെ വാഹനം വാടകയ്ക്ക് തന്നത് 1000 രൂപക്കാണെങ്കിൽ, ഒരു 10 ദിവസത്തേക്ക് വാടകയ്ക്ക് തന്നത് 10000 രൂപക്കാണെങ്കിൽ, 5 ദിവസം കഴിഞ്ഞിട്ട് വാഹനം എന്ത് ചെയ്തു? ആക്സിഡൻ്റ് ആയിട്ടോ മറ്റോ കേട് വന്നാൽ നിങ്ങൾ എത്ര 5000 തരണം എന്നല്ലേ നമ്മൾ പറയാം. പകുതിയാണ് നിങ്ങൾക്ക് തരേണ്ടത്. ഏതിൻ്റെ പകുതി? നിങ്ങൾ എനിക്ക് തരേണ്ടത് ഏതിൻ്റെ പകുതി? 10000-ൻ്റെതല്ല. സാധാരണ 10 ദിവസത്തേക്ക് വാടക തരികയാണെങ്കിൽ എത്രയാണ് വാടക ഉണ്ടാവുക? അതിൻ്റെ പകുതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് തന്നതാണ്. സാധാരണ വാടക 20000 ആണെങ്കിൽ അപ്പോൾ പിന്നെ ഈ 5 ദിവസത്തിന് 10000 തരേണ്ടി വരും. അതാണ് ഉജ്റത്തുൽ മിസ്ലി. ഫയസ്തഖിറു ഖിസ്തുഹു മിനൽ മുസമ്മ അപ്പം നിശ്ചയിക്കപ്പെട്ട ആ സംഖ്യയുടെ ആനുപാതികം സ്ഥിരപ്പെടും. ബേത്തിബാരി ഉജ്റത്തുൽ മിസ്ലി ഉജ്റത്തുൽ മിസ്ലിനെ പരിഗണിച്ചുകൊണ്ട്. അപ്പം മുസ്തൗഫാ മിൻഹു നശിച്ചാലാണ് ഇജാറത്ത് ദുർബലപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുസ്തൗഫാ മിൻഹു അല്ലാതെ നശിച്ചാലോ പ്രശ്നമല്ല. ഖറജ ബിൽ മുസ്തൗഫാ മിൻഹു മുസ്തൗഫാ മിൻഹു എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി. വൈറുഹു അതല്ലാത്തത് വിമായത്തി ശേഷം വരുന്നുണ്ട്. അതുപോലെ അബിൽ മുഅയ്യനി ഫിൽ അഖ്ദി അഖ്ദിൽ നിർണ്ണയിക്കപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി. അൽ മുഅയ്യനു അമ്മാ ഫി ദിമ്മത്തി ദിമ്മത്തിൽ ഉത്തരവാദിത്തത്തിലുള്ളതിനെ തൊട്ട് നിർണ്ണയിക്കപ്പെട്ട വസ്തു. അപ്പോൾ ഞാൻ ഒരു കാറ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു കാറ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു, പിന്നെയാണ് നിർണ്ണയിക്കപ്പെട്ടത്. അതാണ് അൽ മുഅയ്യനു അമ്മാ ഫി ദിമ്മത്തി എന്ന് പറയുന്നത്. ഈ വാഹനം വാടകയ്ക്ക് തന്നു എന്ന് പറഞ്ഞാൽ അഖ്ദിൽ നിർണ്ണയിക്കപ്പെട്ടതാണ്. ഒരു സ്വിഫ്റ്റ് കാർ വാടകയ്ക്ക് തരാം എന്നാണെങ്കിൽ അതെപ്പോഴേ നിർണ്ണയിക്കപ്പെടുന്നുള്ളൂ? നിങ്ങൾക്ക് തരുമ്പോൾ മാത്രമല്ലേ. അത് നശിച്ചാൽ ഇജാറത്ത് അസാധുവല്ല. അൽ മുഅയ്യനു അമ്മാ ഫി ദിമ്മത്തി എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ ഏറ്റെടുത്ത, ഞാൻ നിങ്ങൾക്ക് വാടക തരാണ്, നിങ്ങൾ കൂട്ടിക്കോളൂ, ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ വാടക തരാമെന്ന് ഏറ്റെടുത്തതിന് നിങ്ങൾക്ക് നിർണ്ണയിക്കപ്പെട്ട വസ്തു പുറത്തു പോയി. ഫൈൻ തരിഫഹ അപ്പോൾ അത് നശിച്ചാൽ ലാ യുജിബു ഇൻഫിസാഖൻ അത് ഇടപാടിൻ്റെ അസാധുവാക്കുന്നതിനെ നിർബന്ധമാക്കുന്നതല്ല, അത് അസാധുവാക്കുന്നതല്ല. മറിച്ച് എന്ത് ചെയ്യും? വലിബദ്ദലാനി പകരമാക്കപ്പെടും. വേറൊരു കാർ നിങ്ങൾക്ക് തരണം. അതുപോലെ തന്നെ വയസ്ബുത്തുൽ ഖിയാറു അല തറാഖിൽ മുഅ്തമദി ബി ഐബി നഹ്വി ദാബത്തിൽ മുഖാരി ഇദാ ജഹിലുഹു വലാദിസി തദറുഹി വമാ അസ്റ ഫിൽ മൻഫഅത്തി തസ്സീറൻ യദ്ഹറു ബിഹി തഫാവുതു ഉജ്റതിഹ. ഇനി നിങ്ങൾ എന്നോട് കാർ വാടകയ്ക്ക് എടുത്തു. ആ കാറിന് ഐബുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് ഇജാറത്ത് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. ഏത് ഐബ്? 2 ഐബ് ഉണ്ടാവുക. മുഖാരിനായ ഐബ്, ഇടപാട് നടക്കുമ്പോൾ ഉള്ള ഐബ്. അതല്ലെങ്കിൽ ഇടപാട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഹാദിസായ ഐബ്. ഇങ്ങനെ ഐബ് ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇജാറത്ത് ദുർബലപ്പെടുത്താം. ഇജാറത്തിൽ നിന്ന് ഒഴിയാവുന്നതാണ്. വാടക ഇടപാടിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിയാവുന്നതാണ്. ഐബ് എന്ന് പറയുമ്പോൾ നേരത്തെ നിശ്ചയിച്ച വാടകയിൽ വ്യത്യാസം വരുന്ന വിധത്തിലുള്ള ന്യൂനത എന്നർത്ഥം.
ഐബില്ലാതെയാണെങ്കിൽ 10,000 ഐബോട് കൂടെയുള്ള വാഹനമാണെങ്കിൽ 5,000 ആണെങ്കിൽ വലിയ വ്യത്യാസമാണല്ലോ. 9,000 ആണെങ്കിൽ വ്യത്യാസമാണല്ലോ. നേരത്തെ നിശ്ചയിച്ച വാടകയിൽ വ്യത്യാസമൊന്നും വരാത്ത രീതിയിലുള്ള ന്യൂനതയാണെങ്കിൽ ഇജാറത്ത് ദുർബലപ്പെടുത്താനും പറ്റില്ല. നോക്കൂ, ശ്രദ്ധിക്കുക. യസ്ബത്തുൽ ഖിയാർ സ്ഥിരപ്പെടും അല തറാഹി, സാവകാശത്തോടു കൂടെ തന്നെ. ഐബുണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഖിയാർ എന്തില്ല, ദുർബലപ്പെടുത്തണമെന്നില്ല. സാവകാശം അല തറാഹി അലൽ ഫൗർ എന്നല്ല, സാവധാനത്തിൽ തന്നെ ഖിയാർ സ്ഥിരപ്പെടും അലൽ മുഅ്തമദി, പ്രബലമായ പ്രായപ്രകാരം ബി ഐബിൻ അഹബി ദാബത്തി. മൃഗം പോലത്തതിന് ഐബ് വന്നു. എങ്ങനത്തെ ഐബ്? അൽ മുഖാരിനി, ഇടപാടിനോട് ചേർന്നുണ്ടായ ഐബ്. ഇതാ ജഹിലു, അവനത് അറിയില്ലെങ്കിൽ. നിങ്ങൾ എന്നോട് വാടക കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ വല്ല ഹാദിഥി, പിന്നീടുണ്ടായ ഐബുകാരോടും ഖിയാറുണ്ട്. എന്തുകൊണ്ട്? തററുരിഹി, അവന് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാരണത്തിൽ. വാടകയ്ക്ക് എടുത്താക്കതുകൊണ്ട് ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. അയാളുടെ ഉപകാരത്തിനല്ലേ വാടക കൊടുത്തത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും നിർബന്ധിക്കാൻ പാടില്ല. ബഹുവ, ഐബ് എന്നാൽ മാ ഒന്നാണ്. അസ്സറ, അത് ഫലമുണ്ടാക്കി. ഫിൽ മൻഫഅത്തി, അതിൻ്റെ ഉപകാരത്തിൽ. തഅ്സീറൻ, ഒരു ഫലം. എങ്ങനെയുള്ള ഫലം? യദ്ഹറു ബിഹി, അതുകൊണ്ട് പ്രകടമാകും. തഫാവുത്തു ഉജ്റത്തിഹ, അതിൻ്റെ വാടകയിലുള്ള വ്യത്യാസം. അപ്പോൾ വാടകയിൽ വ്യത്യാസം വരുന്ന വിധത്തിലുള്ള ഒരു ഫലം ഉണ്ടാക്കുന്ന ഐബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇജാറത്തു ദിമ്മത്തിൽ എന്താണ് സ്ഥിതി? വലാ ഖിയാറ ഫി ഇജാറത്ത് ദിമ്മത്തി. ഒക്കെ ഇജാറത്തുൽ ഐനെ കുറിച്ചാണ് പറയുന്നത്. ഇജാറത്തു ദിമ്മത്തിൽ ഖിയാറില്ല. ബി ഐബി ദാബത്തി, ദാബത്തിന് ഐബുണ്ടായാൽ. മറിച്ച് ബലിയൽസമുഹൽ ഇബ്ദാലു, മറ്റൊന്ന് പകരം മാറ്റി കൊടുക്കലാണ് നിർബന്ധം. നിങ്ങൾ എന്നോടൊരു കാറ് വാടകയ്ക്ക് എടുത്തു, നിശ്ചിത കാറ് എന്നൊന്നുമല്ല. ഞാൻ നിങ്ങൾക്കൊരു കാറ് തന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ കാറ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൊരു കാറാണെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിച്ചു പറയാം, ഞാൻ നിങ്ങൾക്ക് വേറൊരു കാറ് തരൽ എനിക്ക് നിർബന്ധമാണ്. ഓക്കെ. ഇനി ഒറ്റ കാര്യം കൂടെ പറയാം. ഇജാറത്ത് ഐനായാലും ദിമ്മത്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? യാത്രക്കാരെ മാറ്റാം. എനിക്ക് യാത്ര ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നോട് വാടകയ്ക്ക് എടുത്തതെങ്കിൽ യാത്രക്കാരനെ മാറ്റാം. വീട് വാടകയ്ക്ക് എടുത്താൽ താമസക്കാരെ മാറ്റാം. അതുപോലെ തന്നെ മണൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു, ഒരു ലോറി ഇങ്ങൊക്കെ വാടകയ്ക്ക് തന്നത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കല്ല് കൊണ്ടുപോകാം. അതുപോലെ തന്നെ കോഴിക്കോട്ടേക്കാണ് എന്ന് പറഞ്ഞു, അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള അതേ ദൂരത്തിലുള്ള വേറെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആ വാഹനം കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ. പക്ഷേ മാറ്റാൻ പാടില്ല എന്ന് നിബന്ധന പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ നിബന്ധന പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് റൂട്ട് മാറ്റാം, ആളെ മാറ്റാം, യാത്രക്കാരെ മാറ്റാം, അതിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾ മാറ്റാം. യജൂസു ഫീ ഇജാറത്തി ഐനിൻ വ ദിമ്മത്തിൻ, ഇജാറത്ത് ഐനിനും ദിമ്മത്തിനും അനുവദനീയമാണ്. ഇസ്തിബ്ദാലുൽ മുസ്തൗഫി, ഉപകരിക്കുന്ന ആളെ മാറ്റൽ. റാക്കിബി, യാത്രക്കാരനെ, വസാക്കിനി, താമസക്കാരനെ. വൽ മുസ്തൗഫ ബിഹി, മുസ്തഫ ബിഹിയായി മാറ്റാം. കൽ മഹ്മൂരി, ചരക്ക് പോലെ. വൽ മുസ്തഫ ഫീഹി, മുസ്തഫ ഫീഹിയായി മാറ്റാം. ഖത്വരീക്കി, വഴി പോലെ. എന്തുകൊണ്ട് മാറ്റാം? ബി മിസ്രിഹ, തുല്യമായതുകൊണ്ടോ, ഔ ബിദൂനി മിസ്രിഹ, അല്ലെങ്കിൽ തുല്യമായതിൻ്റെ താഴെയുള്ള വഴി കൊണ്ടോ മാറ്റാം. അതൊക്കെ തുല്യമായതുകൊണ്ട് മാറ്റാം. അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള സാധനം കല്ലുണ്ടാകാനാണെങ്കിൽ 10 കിലോ വേറെ സാധനം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലെ 20 കിലോ ഉണ്ടാകാൻ പറ്റില്ല പകരം മാറ്റുമ്പോൾ. മാലും ഇസ്തറത്ത് അതുമല്ല ഇബ്ദാലി, മാറ്റരുത് എന്ന് നിബന്ധന വെക്കാത്തപ്പോൾ. ഫിൽ അഖീറൈനി, അവസാനം പറഞ്ഞ 2 സ്ഥലത്തും. അവസാനം പറഞ്ഞ മുസ്തഫ ബിഹിം, മുസ്തഫ ഫീഹിം, അവിടെ നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ മാറ്റാം. നിബന്ധന വെച്ചാൽ മാറ്റാൻ പറ്റില്ല. മാലും ഇസ്തറത്ത് അതുമല്ല ഇബ്ദാലി, മാറ്റാൻ പാടില്ലെന്ന് നിബന്ധന പറയാത്ത കാലത്തോളം. ഫിൽ ആഖിറൈനി. ഓക്കെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.